അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ പരിശോധന ആരംഭിച്ച് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ. സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനങ്ങളാണ് പരിശോധിക്കുന്നത്. ബോയിംഗ് 787 മോഡൽ വിമാനങ്ങളിലാണ് പരിശോധന. ഇത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻ തുടങ്ങിയവയിൽ ആദ്യഘട്ടത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെയാണ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരികയും അതിൽ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനത്തിലെ തകരാർ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളുള്ളത്. അതിന് പിന്നാലെയാണോ ഇപ്പോൾ വിമാന കമ്പനികൾ ഈ ലോക്കിംഗ് സംവിധാനം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, അങ്ങനെയാണ്. അതായത് ഈ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ 171 വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബോയിംഗ് കമ്പനികൾക്കെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത്. പ്രത്യേകിച്ച് 2017 അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ബോയിംഗ് വിമാനങ്ങളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെയും ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ചിന്റെ പരിശോധന അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ബോയിംഗ് 787 മോഡൽ വിമാനങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിഹാദ്, സിംഗപ്പൂർ എയർലൈൻസ് തുടങ്ങിയ വിമാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന ആരംഭിക്കാൻ വേണ്ടി എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കവുമായിട്ട് ഇപ്പോൾ ലോകത്ത് തന്നെയുള്ള വിമാന കമ്പനികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനത്തിന് ത്രോട്ട് കൺട്രോൾ മൊഡ്യൂൾ മാറ്റിയത് ഒക്കെയും വലിയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ അടക്കം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും എത്തിഹാദ് പൈലറ്റുമാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 12 പുറത്തിറക്കിയ ബുള്ളറ്റിനിലാണ് എത്തിഹാദിന് ഈ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ലോകമെമ്പാടുമുള്ള ബോയിംഗ് വിമാനങ്ങളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെയും വേഗം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യഘട്ട നടപടിയുടെ ഭാഗമായിട്ടാണ് വിവിധ വിമാന കമ്പനികൾ വിമാനങ്ങളിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.